ഇക്ക ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുമല്ലോ ഇന്ന കഥാപാത്രമായിട്ട്. ഇപ്പോഴും ആളുകൾ അങ്ങനെ വിളിക്കുന്ന ഒരു കഥാപാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കഥാപാത്രം മെയിനായിട്ട് പേര് പറഞ്ഞ് വിളിക്കുന്നത് 2-3 കഥാപാത്രങ്ങളാണ്. ഒന്ന് ഇപ്പം പിന്നെ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ഭീഷ്മയിലെ ക്യാരക്ടർ, പിന്നെ കാട്ടി പ്രജാപതിയിലെ, പിന്നെ ജോണി എസ് എഫ് സെബാൻ. ഭയങ്കര രസമുള്ള ഒരു കഥാപാത്രമാണ്. ഭയങ്കര ടെറർ ലുക്ക് വന്നിട്ട് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അത് ശരിക്കും പറയാൻ ആരും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ആയിത്തീരുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ഈ വില്ലൻ അത് മാറിയിട്ടുള്ള ഹ്യൂമർ ലെവലിലോട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും ഇനി ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാറിയിട്ട് ഇനി ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? സീരീസ് ആണോ? അല്ല, ഞാനിപ്പോൾ ഒരു വള എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ വന്നങ്ങോട്ട് അതിൽ ഒരു സീരിയസ് റോൾ തന്നെയാണ്. സീരീസ് റോളാണ്. അത് അബുക്ക തന്നെയാണ് ക്യാരക്ടറിൻ്റെ പേര്. എപ്പോഴും ഡ്രീം ചെയ്ത് കാണുമല്ലോ ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടി. ഞാൻ ഇങ്ങനെ എപ്പോഴും നോക്കാറുണ്ട് പല സിനിമകൾ കാണുന്നത് ഈ കഥാപാത്രം എനിക്കിന്ന് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് കിട്ടിയ ആഗ്രഹത്തിന് സന്തോഷിക്കുക. അത് നന്നായി വൃത്തിയായി ചെയ്യുക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നന്നായി ചെയ്യുക. അതിനെ പറ്റി അഭിപ്രായം പറയുന്നത്, നല്ലത് പറയുമ്പോഴുള്ള സന്തോഷം ഒക്കെ നമുക്ക് ബോണസായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. കാരണം എൻ്റെ ആഗ്രഹങ്ങളിൽ ഈ 3 സിനിമ, പോലീസ്, ബോഡി ബിൽഡിങ്, ഈ 3 ആഗ്രഹങ്ങളാണ് എനിക്ക് ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നത്. ആ 3 മേഖലയിലും അതിൻ്റെ മാക്സിമത്തിൽ എനിക്ക് പറ്റാവുന്ന രൂപത്തിലുള്ള മാക്സിമത്തിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ സംതൃപ്തനാണ്. അതൊരു അപ്പം അതിൽ ഒരു മേഖലയിലും ആരോടും പരിഭവവും പരാതിയുമില്ല. എനിക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും മോശം എന്ന് പറയാനായിട്ട് 2024 സിനിമ മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കിടിലം പടം, ഭീഷ്മ പോലത്തെ കിടിലം പടങ്ങളൊക്കെ വന്ന്, ബ്രഹ്മയുഗം, ആവേശം, അതുപോലെ നല്ല പടങ്ങളൊക്കെ വന്ന് മലയാള സിനിമ മറ്റ് ലാംഗ്വേജസിൽ പോലും അറിയപ്പെട്ടുകൊണ്ടിരുന്ന ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടിവെട്ട് പോലെ ഒരു വാർത്ത വരുന്നത് എന്നൊക്കെ പറ്റി പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ടാർഗറ്റ് ചെയ്ത് മലയാള സിനിമ നശിപ്പിക്കുന്ന പോലെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി. നമ്മൾ ഇതിൻ്റെ പ്രൊമോഷനാണ്. മറ്റേ പറഞ്ഞിട്ട് വേറെ വഴിക്ക് നമ്മൾ എനിക്ക് സിനിമ ഇപ്പം നമ്മൾ സിനിമ പോയി അഭിനയിക്കുന്നു, വരുന്നു, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. മറ്റേ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും തെറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അതിനുള്ളൊരു മനസ്സുണ്ടായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു എവിടെയും ഞാൻ പറയുന്ന ഒരു ആദർശം അതാണ്. മനുഷ്യന് അത് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആ മനസ്സിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുള്ളൂ. ഓരോ വ്യക്തിക്കും ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒരു വ്യക്തിത്വം ഞാൻ കൽപ്പിക്കണം. ആ ഒരു മാന്യത കൽപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ പറയുള്ളൂ. ഞാൻ അങ്ങോട്ട് പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. പണ്ട് കാലത്തൊക്കെ നമ്മളെ ആൾക്കാർ പറയാ, അവൻ വലിയ പൈസക്കാരനാ, അവൻ വലിയ കാശുകാരനാ എന്ന് പറയായിരുന്നു. അവൻ അവിടെ വലിയ കാശ്. ഇന്ന് അത് പറയില്ല, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പറയില്ല. അത് വലിയ കാര്യമൊന്നുമല്ല. പൈസയൊക്കെ ആവശ്യത്തിന് എല്ലാവരുടെ അടുത്തും ഉണ്ട്. ഇന്നെന്താണ് അറിയോ മത്സരം? ഞാനാണ് അവനേക്കാളും വലിയവൻ. ആ ഒരു മെൻറ്റാലിറ്റിയാണ്. വലിയവൻ ഞാനാണ്, എൻ്റെ താഴെയാണ് അവന്. ആ ഒരു മൈൻഡാണുള്ള സെറ്റപ്പ്. അത് മാറിയിട്ട് എല്ലാവരും ഈക്വലാണ് എന്നുള്ളതും, അതുപോലെ നന്മ കൊണ്ട് നമ്മുടെ മേലെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കഴിവ് കൊണ്ട് മേലെയുള്ള ആൾക്കാരെ അവരെ അതുപോലെ കാണാനും നമുക്ക് പറ്റണം. എല്ലാവരും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും നന്മയും ബാക്കി പ്രവൃത്തികൾ കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെ ആ രൂപത്തിൽ തന്നെ കാണണം. അതല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റ്. ഒരാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നത് അങ്ങനെയാണ്. തീർച്ചയായും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കൂടെ ഉള്ളതിൽ മനുഷ്യരാണ്, അവർക്കും ജീവിതമുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. എല്ലാം മാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ പുതിയൊരു ലോകം തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ. എല്ലാം ഞാൻ ഒരു സെറ്റിൽ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു സെറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അവിടെ മീറ്റ് ചെയ്യുന്ന അവിടെ യൂണിറ്റിലും നമ്മൾ പ്രൊഫഷണലും വർക്ക് ചെയ്യുന്ന അവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് കുശലം ചോദിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇടപെടുള്ളൂ. കാരണം അവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളെ ചോറ് ആ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം പോലെയാണത്. നമ്മൾ പോലീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബമാണ് അത്. പോലീസ് കുടുംബം തന്നെ നമ്മൾ പറയാം. അത് ആ ഒരു മൈൻഡ് മനുഷ്യൻ്റെ സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ഈ എന്താ പറയേണ്ടത്, അഹങ്കാരം, അഹന്ത എന്നൊക്കെ പറയല്ലോ ഓരോരുത്തർ. അത് ഇല്ലാതെ ജീവിക്കാൻ നമ്മൾ എല്ലാവരെയും ഒരാൾക്ക് ഇന്നതാണ്, അയാൾ ഇന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും
എന്തെങ്കിലും തെറ്റുകളൊക്കെ മനുഷ്യരാണ് സംഭവിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ തന്നെ ക്രൂശിച്ചുകൊണ്ടും അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചും അവനങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ പരദൂഷണം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാലും ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ ഇതിലാകുമ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് സമയം ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും അതും ദോഷകരമായ കാര്യമാണ്. ഒരു രണ്ടാൾ ഇരിക്കുന്നത് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇത് നോക്കുന്നുണ്ട്. അല്ല ഞാൻ പറയാം. അപ്പം അത് പിന്നെ വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, അത് ഇല്ലാതായി പോകും. അത് വലിയൊരു ഘടകമാണ്. പുരോഗമനത്തിന് എല്ലാം നല്ലതാണ്, ആവശ്യമാണ്. ആവശ്യത്തിന് അതില്ലാതെ നടക്കൂല കാര്യങ്ങളൊന്നും. അത് മാത്രമാവരുത്. ബാക്കിയുള്ളവരും വേണം, എല്ലാ ഇമോഷൻസും കൺസിഡർ ചെയ്യണം. പിന്നെ ഇതിൽ കുട്ടികളൊക്കെ തന്നെ ഉപയോഗിക്കുന്നതിൽ കുട്ടികളൊന്നും ഒരു കളികളൊന്നും ഇല്ലല്ലോ. ആരോഗ്യപരമായിട്ട് തന്നെ കുട്ടികളൊക്കെ മാറിപ്പോവുകയാണ്. ഈ ഇതിൽ മാത്രം ശാരീരികമായിട്ടുള്ള ഫിസിക്കലി ഇളകുന്ന കളികൾ കളിക്കുന്നില്ല, കുട്ടികൾക്കൊന്നും അറിയൂല. അതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരേണ്ടതാണ് മെയിൻ കാര്യം. കമ്പ്യൂട്ടർ ടെക്നോളജി അത് വേണ്ടാന്നൊന്നും പറയാൻ വേണ്ടാന്നല്ല, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം പഠിക്കുന്നത് വരെ അതിലാണ്. പക്ഷേ കൂട്ടത്തിൽ ഇതും ഒരു നിർബന്ധമായിട്ടുള്ള ഫിസിക്കലി ഉള്ള ചെറുപ്പം മുതൽ തുടങ്ങണം എല്ലാ കാര്യങ്ങളും. അപ്പം അത് പറഞ്ഞു, നമ്മുടെ ഗാങ്സ് ഓഫ് കുമാരകുറുപ്പിലെ ഒരു കഫേയാണ് കാണിക്കുന്നത്. ചേട്ടനൊരു കഫേയുണ്ട്, ഒരു വിന്റേജ് മോഡലുള്ള. അതെ, 2 ഉണ്ട്, കൽപ്പറ്റയുണ്ട്, കോഴിക്കോടുണ്ട്. അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ? അത് മകൻ്റെ കൺസെപ്റ്റാണ്. അത് അവന് ഉണ്ടായ 1980s. ഞാൻ പറഞ്ഞില്ല, ഈ 80s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80siലാണ് ഒരുപാട് പരിവർത്തനം ലോകത്ത് തന്നെ. ജീവിതത്തിൻ്റെ പല വ്യതിയാനങ്ങളുണ്ടായ കാലഘട്ടമാണ്, ശാസ്ത്രപരമായിട്ടാണെങ്കിലും എല്ലാത്തിലും. അതുപോലെ എൻ്റെ ലൈഫിലെ എല്ലാ അച്ചീവ്മെൻറ്റ്സും 80siലാണ്. ചേട്ടാ, ഇപ്പോൾ ഓണക്കാലമാണല്ലോ. ഇപ്പം നമ്മുടെ ഭക്ഷണ രീതികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചുണ്ടാക്കി കഴിക്കുന്നതൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്, പറമ്പിൽ നിന്ന് പറിക്കുന്നൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ കുറച്ച് ജങ്ക് ഫുഡ്സ് ഉള്ളായിരുന്നു. ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നത് വിഷം കഴിച്ച് വിഷമേതാ നല്ലതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതാണ് വലിയ 2 കാര്യമാണ് നമ്മളെ രാജ്യത്ത് ചെയ്യാനുള്ളത്. ഒന്ന്, ഫസ്റ്റ് ഫുഡ് സേഫ്റ്റി. അതായത് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കുന്നത്, അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ മീൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ വിഷാംശം കലർന്ന ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അത് നിർത്തലാക്കുക. അതുപോലെ തന്നെ ഈ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അത് വലിയൊരു ഘടകമാണ്. അത് നമ്മൾ ബോധവാന്മാർ ചെറിയ ക്ലാസ് മുതൽ ഇനി ഈ ഒരു തലമുറ ഇതിൽ നിന്ന് മാറുമെന്നുള്ളത് സംശയമാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും പ്രായത്തിലുള്ള പുതിയ തലമുറ നമ്മൾ LKG മുതൽ ഇങ്ങോട്ട് അവരെ ഈ അവയർനെസ് കൊണ്ടുവന്ന് അവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും പിന്നെ അവരുടെ സ്വഭാവവൽക്കരണം, അതോടൊപ്പം തന്നെ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഞാൻ കണ്ട കാര്യം, ഇത് വയലേറ്റ് ചെയ്യുന്നതിലാണ് പ്രകൃതി. ഞാനിന്ന് അത് ചെയ്തു, ഞാനിന്ന് നോ എൻട്രിയിൽ പോയിട്ട് പോലീസ് പിടിക്കാൻ കൊടുത്തില്ല, ഇങ്ങനെയുള്ള ക്രെഡിറ്റ് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്. റോഡിലൊരു കടലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബിൻ ബോക്സിൽ എടുത്തിടാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകുന്ന കുട്ടികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൽ നിന്ന് കഴിഞ്ഞ് ഇത് നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, കാറിൽ പോകുകയാണെന്ന് എന്തെങ്കിലും പാക്കറ്റിൽ പ്ലാസ്റ്റിക്കിന് എന്തെങ്കിലും കഴിച്ച് മേലെ ഗ്ലാസ് അത് ടിങ് എന്നാണ് പുറത്തേക്ക് ഇടും. പുറകെ ഉള്ളതിൻ്റെ നേരെ മറിച്ച് മറ്റുള്ള രാജ്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ റോഡിലൊന്നും കണ്ടില്ല, അവൻ വണ്ടി നിർത്തിയിട്ട് അത് കയറ്റിയിട്ട് വണ്ടിയിൽ വെക്കും, എന്നിട്ട് അടുത്ത പിന്നെ അവിടെ വെച്ച് അവിടെ കൊണ്ടുപോയിടും. അതിൽ നിന്ന് ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടത് എവിടെ നിന്നറിയാം, സ്കൂൾ തലത്തിൽ നിന്ന് കൊണ്ടുവരണം. കാരണം നമ്മൾ രക്ഷിതാക്കൾക്ക് ഇത് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റില്ല. മക്കളെ കിട്ടുന്നത് പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴേക്ക് പ്രായപൂർത്തിയായി, പിന്നെ മക്കൾ വലിയ കുട്ടികളായിട്ട് പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആകെ എത്ര സമയമാണ് കുട്ടികളെ അടുത്ത് കിട്ടുന്നത്? വളരെ ചുരുങ്ങിയ സമയമാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങുക, അതിലിടക്ക് കുറച്ച് സമയം കിട്ടും, അത് കഴിഞ്ഞ് രാവിലെ സ്കൂളോ കോളേജോ വെച്ച് പോവാണ്. അപ്പോൾ ഈ LKG ക്ലാസ് മുതൽ കുട്ടികളെ ഈ കാര്യങ്ങളൊക്കെ ബോധവൽക്കരിച്ച് നമ്മൾ PT ഒക്കെ ചെയ്യുന്ന മാതിരി, PTക്ക് ഒരു പീരീഡ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ്. അതൊക്കെ പണ്ട് കണ്ടറിഞ്ഞ് ഉണ്ടാക്കിയ കാര്യം. കുട്ടികളൊക്കെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യിക്കുന്നത്. അതുപോലെ ഒരു ക്ലാസ് ഈ കുട്ടികളെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബോധവൽക്കരണവും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രൂപത്തിൽ വളർത്തിയെടുത്താൽ നല്ല സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കി രാജ്യത്തൊക്കെ പോകുമ്പോൾ നമ്മൾ
ഈ കാര്യങ്ങൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുമല്ലോ. അതെ, അയ്യോ ഇല്ലേ, കാരണം ശിക്ഷ ഭയങ്കരമാണ്. പിടിച്ചാ അപ്പം അതുകൊണ്ട് അത് ഇന്നതാണ്, അത് ഇത് പാടില്ല, ഇന്നതാണെന്ന് മനസ്സിലാക്കിയാൽ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മകനുണ്ടെങ്കിൽ, കുട്ടികളുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇല്ല, സിംഗിള്. ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വണ്ടിയിൽ പോയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയേറ്റം പുറത്ത് ഇടാമെങ്കിൽ, അയ്യോ അച്ഛാ അത് ഇടാൻ പാടില്ല, അത് തെറ്റാണെന്ന് അവൻ ആദ്യം പറയും. കുട്ടികൾ വേഗം ക്യാച്ച് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾ, നല്ലതും മോശവും. അപ്പം അത് അതിൽ കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാം നടക്കട്ടെ, അങ്ങനത്തെ തലമുറ കൂടെ വരട്ടെ, എല്ലാം മാറി വരുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പൊ എല്ലാവരും നമ്മളെ നോട്ട് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലൊരു എക്സാമ്പിളായി മാറട്ടെ കേരളം. ഞാൻ വയനാട് ജില്ല കൽപ്പറ്റയിലെ പിന്നെ ശുചിത്വ മിഷൻ ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. കഴിഞ്ഞ കൊല്ലം ഞാൻ ചുരത്തിലൊരു ഡ്രൈവ് നടത്തി, കുറേ പിന്നെ സ്പോർട്സിലെ പിള്ളേർ, കൾച്ചറലുള്ള പിള്ളേർ, അവരെല്ലാം കൂടി 100-300 ആൾക്കാർ കൂടിയിട്ട് ഞങ്ങൾ ചുരം 12 കിലോമീറ്ററാണ്, 2250 കിലോ പ്ലാസ്റ്റിക് പെറുക്കി. 2250 കിലോ പ്ലാസ്റ്റിക്. അതൊക്കെ. പക്ഷെ അതിന് ശേഷം പിന്നെ പല സംഘടനകളും ഒരു പെറുക്കി ഇപ്പം ചുരം അത്യാവശ്യം നീറ്റാണ്. അപ്പം അത് നമ്മൾ കാണിച്ചാലേ ചെയ്യുള്ളൂ. എല്ലാവരും അതിന് മുന്നിട്ട് ഇറങ്ങിയാൽ, ഈ നമ്മൾ വീടിനകത്ത് കയറിയിട്ട് പുറത്ത് ഇറങ്ങിയിട്ട് അകത്തേക്ക് തുപ്പുന്ന സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ സംഗതി നടക്കില്ല. പിന്നെ ചിലരുണ്ട് നമ്മളെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളടുത്ത് പുറത്തിട്ടിട്ട്, അതൊക്കെ ഒഴിവാക്കണം. എല്ലാം മാറി പറയട്ടെ. അതെ. അപ്പോൾ നമ്മുടെ ക്യാൻസർ കുമാരക്കുറിപ്പ് 14 തീയതി ഇറങ്ങുവാണല്ലോ. അപ്പോൾ കാണുന്ന പ്രേക്ഷകരോടെന്നല്ല പറഞ്ഞു, ഒരുപാട് പ്രതീക്ഷകളുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സിനിമ കാണുക, വിജയിപ്പിക്കുക. സിനിമയ്ക്കും ഗുണമുണ്ടാവണം, നമുക്കും ഗുണമുണ്ടാവണം, നിങ്ങൾക്കും ഗുണമുണ്ടാവണം. നിങ്ങൾ കണ്ട് ആസ്വദിച്ച് സന്തുഷ്ടരാവുക. അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ഓണസദ്യ കുമാരക്കുറിപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നു. തിരിച്ചും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക. തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തീർച്ചയായും ചേട്ടൻ നല്ലൊരു ഓണമായി മാറട്ടെ, ഇന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സിനിമയായി മാറട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.